വളക്കൂറുള്ള മണ്ണ്, സമയാസമയങ്ങളിൽ ലഭിക്കുന്ന മഴ, മഞ്ഞ്, വേനൽ, ഈ അനുഗ്രഹമാണ് കാർഷിക ഭൂപടത്തിൽ കേരളത്തെ വൈവിധ്യമാക്കുന്നത്. ക്ഷീരോത്പാദന മേഖല, മത്സ്യമേഖല, പക്ഷിമൃഗ പരിപാലനം തുടങ്ങിയ വിപണനത്തിലും കേരളം വൻ കുതിച്ചുകയറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊരു ഉദാഹരണമാണ് ഇലഞ്ഞിക്കൽ ഫാം. കിളിമാനൂരിൽ നിന്നും 14 കിലോമീറ്റർ അകലെ പനപ്പാങ്കുന്നിൽ ശശിധരക്കുറുപ്പിന്റെ ഇലഞ്ഞിക്കൽ വീട്. ഇതിന്റെ പിറകിലായി വിശാലമായ 14 ഏക്കർ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു ഇലഞ്ഞിക്കൽ ഫാം. യഥാർത്ഥത്തിൽ ഒരു ജൈവ ഉദ്യാനം തന്നെയാണ്. മൺമറഞ്ഞുകൊണ്ടിരിക്കുന്ന കാവും കുളവും 400 കൊല്ലത്തോളം പഴക്കമുള്ള തറവാടും കുടുംബക്ഷേത്രവും നെല്ലിപ്പലക പാകിയ കിണറും കൗതുകമുണർത്തുന്ന ഏറുമാടവും ഇവിടെ ജനശ്രദ്ധ ആകർഷിക്കുന്നു. പ്രകൃതിയെ സംരക്ഷിച്ച് അവയ്ക്ക് ഒരു കോട്ടവും വരാതെ പലതരത്തിലുള്ള ഔഷധ സസ്യങ്ങളും പല വളർത്തുമൃഗങ്ങളും പഴവർഗ സസ്യങ്ങളും കൊണ്ട് ഹരിതാഭമാണ് ഈ ഇലഞ്ഞിക്കൽ ഫാം. വ്യത്യസ്തമായ ഈ കൃഷി രീതിയിൽ കുടുംബാംഗങ്ങളുടെ സഹായമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഞങ്ങളെല്ലാം കൂടെ കൂട്ടായിട്ടാണ് ഈ ഫാം നടത്തുന്നത്. എല്ലാ കാര്യത്തിനും ഇവരുടെ പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ടും മകൻ്റെയും മരുമകളുടെ എല്ലാം ഉണ്ട്. മറ്റവർ ഇവിടെ ഇല്ല, വെളിയിലാണ്. എന്നാലും അവരിതെല്ലാം അന്വേഷിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ വൈഫ് കൂടെ എല്ലാ കാര്യങ്ങൾക്കും പൂർണ്ണമായിട്ടും പങ്കെടുക്കുന്നുണ്ട്. കിളിമാനൂർ പഞ്ചായത്തിലെ പനപ്പാങ്കുന്ന് പ്രദേശത്തിൽ ഇലഞ്ഞിക്കൽ ഫാം നടത്തുന്ന ശ്രീ ശശിധരക്കുറുപ്പിൻ്റെ ഫാമിൽ ഒരു ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. മത്സ്യകൃഷിയായാലും പച്ചക്കറി വളർത്തലായാലും അതോടൊപ്പം തന്നെ മൃഗസംരക്ഷണ മേഖലയിലും വളരെയധികം പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു രീതിയാണ് ഇവിടെ തുടരുന്നത്. ഇപ്പം ഈ മൃഗസംരക്ഷണ മേഖലയിൽ ഒരുപാട് ആൾക്കാർക്ക് താല്പര്യമില്ല. അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ യുവ കർഷകർക്കുള്ള ഒരു പ്രചോദനം കൂടെയാണ് ശ്രീ ശശിധരക്കുറുപ്പ്. ഫാമിന്റെ ഒരു ഭാഗത്തായി കോഴി ഫാം സ്ഥിതി ചെയ്യുന്നു. സാധാരണ കോഴികൾക്ക് പുറമെ വിദേശ ഇനങ്ങളായ സെബ്രറ്റ്, വാലിന് നീളം കൂടിയ ഫിനിക്സ്, ചൈനീസ് ഗ്രീക്ക്, പോരുകോഴി, കാലിൽ രോമമുള്ള ബുട്ടഡ് കോഴി, കരിങ്കോഴി, ടർക്കി, ഗിനി എന്നീ ഇനം കോഴികളെയും ഇവിടെ കാണാം. കൂടാതെ മണിത്താറാവ്, അരയന്ന താറാവ്, വിഗോവ എന്നീ താറാവിനങ്ങളും പ്രാവുകളും ഇവിടെയുണ്ട്. ചെറിയ രീതിയിലുള്ള പന്നി ഫാമുകളും ന്യൂസിലാൻഡ് വൈറ്റ്, അങ്കോറ, റഷ്യൻ ചിഞ്ചില, സോവിയറ്റ് ചിഞ്ചില എന്നീ ഇനങ്ങളിലുള്ള മുയലുകളും ടെറിയൻ ഇനങ്ങളിലുള്ള വളർത്തുനായ്ക്കളും ഇവിടെ കാണാം. വീട്ടാവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന കരിമീൻ, കട്ല, ഷാർക്ക് എന്നീ മത്സ്യങ്ങളെ വളർത്തുന്ന കുളങ്ങളും തോടുകളും ഫാമിനുള്ളിൽ നിലനിർത്തിയിരിക്കുന്നു. ഇതിനോട് ചേർന്ന് വിവിധ തരത്തിലുള്ള വളർത്തു മത്സ്യങ്ങളുടെ ഒരു അക്വേറിയവും കാണാം. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരില, മൂവില കൂവളം, തിപ്പലി, വെള്ള, നീല, ചുവന്ന കൊടുവേലി, കച്ചോലം, ഇടംപിരി, വലംപിരി, ഞാറ, ഉമ്മം, കുന്നി, കാട്ടുതുളസി എന്നീ ഔഷധ സസ്യങ്ങളും കൊണ്ട് ഇവിടം മനോഹരമാണ്. ഇതുകൂടാതെ പലതരത്തിലുള്ള പൂച്ചെടികളായ ജിഞ്ചർ ടോർച്ച്, എലിക്കോണിയ, പൂമരങ്ങൾ, വിവിധ മുളങ്കാടുകൾ, ഈറ്റകൾ, രാമായണത്തിൽ പ്രതിപാദിക്കുന്ന ശിൻശുബ വൃക്ഷം വരെ ഈ ഫാമിലുണ്ട്.
20ഓളം കുടുംബങ്ങളുടെ തൊഴിൽ ഉറവിടം കൂടിയായ ഈ ഫാം പരമ്പരാഗതമായ കാർഷിക കുടുംബമായതിനാൽ ഫാമിന്റെ നടത്തിപ്പിന് ശശിധരക്കുറുപ്പിന് കുടുംബത്തിന്റെ പിന്തുണ ഏറെയുള്ളതിനാൽ വളരെ സന്തോഷത്തോടുകൂടി ഈ ഫാം കൊണ്ടുപോകാൻ കഴിയുന്നു. കൃഷിഭവനിലൂടെ അദ്ദേഹത്തിന് വേണ്ട സഹായങ്ങൾ തക്ക സമയങ്ങളിൽ നടത്തി കൊടുക്കാറുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ പഞ്ചായത്തിൽ മികച്ച കർഷകനായിട്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയുണ്ടായി. കാർഷിക മേഖലയിൽ ഇദ്ദേഹം നൽകുന്ന സംഭാവന വളരെ വിലപ്പെട്ടതാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിന്നും അന്യം നിന്നുകൊണ്ടിരിക്കുന്നതായ യുവതലമുറ ഈ കാർഷിക രംഗത്തേക്ക് മടങ്ങി വരുവാൻ ഇദ്ദേഹത്തിൻ്റെ ഈ കൃഷി രീതികളും ഇദ്ദേഹത്തിൻ്റെ ഇവിടെയുള്ള പ്രവർത്തനങ്ങളും മാതൃകാപരമാണ്, നമുക്കെപ്പോഴും പ്രോത്സാഹജനകമായിട്ടുള്ളതാണ്. ആയതുകൊണ്ട് അദ്ദേഹത്തെ കാർഷിക മേഖലയിൽ നിലനിർത്തിക്കൊണ്ടു പോകുവാൻ നമ്മുടെ സമൂഹത്തിനും ബാധ്യതയുണ്ട്. അദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ ഏവരുടെയും കടമയാണ്. കൃഷിഭവനിലൂടെ വേണ്ടതായ എല്ലാ സഹായങ്ങളും തക്ക സമയങ്ങളിൽ ചെയ്തു കൊടുക്കാറുണ്ട്. കിളിമാനൂർ പഞ്ചായത്തിന്റെയും മൃഗസംരക്ഷണ വകുപ്പിന്റെയും കിളിമാനൂർ കൃഷിഭവന്റെയും എല്ലാവിധത്തിലുള്ള സഹായങ്ങളും ഈ ഫാമിനുണ്ട്. ദിവസവും സന്ദർശകരുള്ള ഈ ഫാമിൽ പക്ഷി ജന്തു വനസംരക്ഷണത്തോടൊപ്പം ഭാവിയിൽ സ്കൂൾ കുട്ടികൾക്ക് പഠനത്തിനുള്ള സാധ്യത ഒരുക്കുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്ന് പ്രകൃതി സ്നേഹിയായ ഈ കർഷകൻ അഭിപ്രായപ്പെടുന്നു. കറി വയ്ക്കാൻ പച്ചക്കറികൾ ആവശ്യമുള്ളപ്പോൾ സ്വന്തം മട്ടുപ്പാവിൽ സ്വയം നട്ടുവളർത്തിയ ചെടികളിൽ നിന്നും പച്ചപ്പ് മാറാതെ ഇറുത്തെടുത്ത വിഷാംശമില്ലാത്ത വിളകൾ തന്നെ ഉപയോഗിക്കുന്നതിലെ മനസ്സംതൃപ്തിയിൽ നിന്നാണ് ടെറസ് കൃഷി ചെയ്യാനുള്ള പ്രചോദനം ഉൾക്കൊണ്ടിരിക്കുന്നത്. ഓരോരുത്തർക്കും ആവശ്യമുള്ള പച്ചക്കറികൾ സ്വയം അധ്വാനിച്ച് ഉൽപ്പാദിപ്പിക്കുക, പ്രകൃതിയെ കൂടുതൽ അടുത്തു കണ്ട് പഠിക്കുക, ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക തുടങ്ങിയ സാമൂഹ്യ ലക്ഷ്യങ്ങൾ കൂടി ടെറസ് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നു. വിപണിയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി അമിതമായ കീടനാശിനി പ്രയോഗത്തിനും അനാരോഗ്യകരമായ ഉൽപാദന രീതികൾക്കും വിധേയമായ പുതുമ നഷ്ടപ്പെട്ട പച്ചക്കറികൾ വാങ്ങാൻ നിർബന്ധിതമാക്കപ്പെട്ട സാഹചര്യത്തിലാണ് ടെറസ് കൃഷി എന്ന നൂതന കൃഷിരീതി വീട്ടമ്മമാർക്ക് പുതിയൊരു വെളിച്ചമാകുന്നത്. ഇത് കൊച്ചി നഗരത്തിലെ സരസമ്മ ബാലകൃഷ്ണന്റെ ടെറസ് കൃഷി. ഇവിടെ പൂത്തു തളിർത്തു കിടക്കുന്നത് പയർ, വെണ്ട, മുളക്, വഴുതനങ്ങ, തക്കാളി, പടവൽ, പാവൽ, കോവൽ തുടങ്ങിയ പച്ചക്കറികളാണ്. റിട്ടയർമെന്റ് കാലത്തിലെ മാനസികോല്ലാസം, കുട്ടിക്കാലത്ത് വീട്ടിനടുത്ത പറമ്പിലെ പച്ചക്കറി കഴിച്ചതിന്റെ ഗൃഹാതുരത, വിഷാംശമില്ലാതെ പച്ചക്കറി കഴിക്കാനുള്ള ആഗ്രഹം, ഇവയെല്ലാമാണ് സരസമ്മയെയും ഭർത്താവ് ബാലകൃഷ്ണനെയും ടെറസ് കൃഷിയിലേക്ക് ആകർഷിപ്പിച്ചത്. രണ്ടര വർഷം മുൻപ് വെജിറ്റബിൾസ് ആൻഡ് ഫുഡ് പ്രൊമോഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ 3500 രൂപയ്ക്ക് 25 പച്ചക്കറി ചെടികൾ ചെറുചട്ടിയോടൊപ്പം വാങ്ങിയാണ് കൃഷിയിലേക്ക് സരസമ്മ എത്തിയത്. വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറി തൈകൾ എല്ലാം തന്നെ അതിലുണ്ടായിരുന്നു. 2.5 വർഷം മുമ്പാണ് ടെറസ് ഗാർഡൻ തുടങ്ങാമെന്ന് വിചാരിച്ചത്. വീട്ടിലെ ആവശ്യത്തിനുള്ള പച്ചക്കറികൾ സ്വന്തമായിട്ട് കിട്ടുമല്ലോ
എന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതാണ്. ഇപ്പോൾ അത്യാവശ്യത്തിന് എല്ലാം ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം കിട്ടുന്നുണ്ട്. വെണ്ട, പയർ, പച്ചമുളക്, വഴുതന, തക്കാളി, പടവലം, പാവൽ ഇതെല്ലാം ഉണ്ട്. VFPCK തന്നെയാണ് എല്ലാം വാങ്ങുന്നത്. കമ്പോസ്റ്റ്, എല്ലുപൊടി, കപ്പലിൻ്റെ പിണ്ണാക്ക്, വേപ്പൻ പിണ്ണാക്ക്, ചാണകം ഇതൊക്കെയാണ് ഇതിന് ചെയ്യുന്നത്. മറ്റ് രാസവളങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. പിന്നെ പുകയില കഷായമൊക്കെയാണ് ഇതിന് കീടങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. വളരെ കുറഞ്ഞ അളവ് മണ്ണ്, ആവശ്യത്തിന് മാത്രം വെള്ളം, പാഴായി പോകുന്ന സൗരോർജം, അടുക്കളയിലെ ജൈവ അവശിഷ്ടങ്ങൾ എന്നിവ യുക്തിസഹമായി പ്രയോജനപ്പെടുത്തിയാണ് ഈ കർഷക കൃഷി ചെയ്തു വരുന്നത്. ഇതിനു പുറമെ VFPCKയിൽ നിന്നും ലഭിക്കുന്ന കമ്പോസ്റ്റ് വളം, എള്ളുപൊടി, കപ്പലണ്ടി പിണ്ണാക്ക്, ചാണകം, പുകയില കഷായം തുടങ്ങിയവയും ഉപയോഗിച്ചു വരുന്നുണ്ട്. ചട്ടികളിലെ തൈകൾ വലുതാകുമ്പോൾ മണ്ണും ചാണകപ്പൊടിയും ഇടകലർത്തിയ ചാക്കുകളിലേക്ക് ചെടികൾ മാറ്റി നടുന്നു. മുകളിൽ നെറ്റ് കെട്ടി കമ്പുകളിൽ താങ്ങ് നൽകി വള്ളികൾ പടർത്തി വിടുന്നു. പക്ഷികളുടെ ശല്യം ഒഴിവാക്കാനാണ് ഇവിടെ നെറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. പൊതുവെ ഭാര്യയ്ക്ക് ഈ ചെടി വളർത്തുക ഇതൊക്കെ വലിയ ഇഷ്ടമാണ്. പറന്ന് നടത്തി ചെടി വെക്കാനും അന്വേഷിച്ച് നടന്ന് മേടിച്ചു കൊണ്ടുവന്ന് പിടിപ്പിക്കുന്ന ഇതായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ടെറസ് ഗാർഡനിങ്ങിനെ പറ്റിയും പിന്നെ പച്ചക്കറിയുടെ ഈ ദൂഷ്യങ്ങളൊക്കെ എഴുതുന്നത് ഒക്കെ കാണാൻ തുടങ്ങിയത്, പത്രങ്ങളിലൊക്കെ കാണാൻ തുടങ്ങിയത്. അപ്പം ഇന്ന് നമുക്കിങ്ങനെ തുടങ്ങിയത് എന്താണെന്ന് ചോദിച്ചു. ഉടനെ പേപ്പറിൽ അഡ്വർടൈസ്മെൻറ്റ് കണ്ടു. VFPCK 3500 രൂപ കൊടുത്ത് 25 ചട്ടി പ്ലാൻ ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്. അങ്ങനെയാണ് തുടങ്ങുന്നത്. അതിപ്പോൾ 2.5 കൊല്ലം കഴിഞ്ഞു. അതിനോട് കൂടെ ചേർന്നിട്ട് ബാക്കി ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. 10-22 വെറൈറ്റി മുളക് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ആൾക്കാർക്ക് വലിയ താല്പര്യമായിട്ട് വന്ന് നോക്കി പല പത്രങ്ങളിലും പടവും ഇതൊക്കെ വന്നു. ഞങ്ങളുടെ കൊച്ചുമക്കളുടെ വന്നിട്ടുണ്ട്. രാവിലെ നടക്കാൻ പോകുന്ന സ്വഭാവമുണ്ട്. 6 മണിക്ക് എഴുന്നേറ്റ് നടക്കുമ്പോൾ 7 മണിയാകുമ്പോൾ തിരിച്ചു വരും. അത് കഴിഞ്ഞിട്ട് ചായ കുടിച്ചു കഴിഞ്ഞ് മേലേക്ക് അത്യാവശ്യം കാലത്ത് പണിയെടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അങ്ങനെയാണ്. പിന്നെ വൈകുന്നേരം വല്ല മരുന്ന് പ്രയോഗം അല്ലെങ്കിൽ വളം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വൈകുന്നേരം ചെയ്യും. 2-2.5 മണിക്കൂർ 3 മണിക്കൂറോളം ഇതിനുവേണ്ടി ചെലവഴിക്കുന്നത് രാവിലെ വൈകുന്നേരം.
സാധാരണ ചെടികളിൽ കാണാറുള്ള രോഗങ്ങൾ ടെറസ് കൃഷിയിലും താരതമ്യേന കുറവായിരിക്കും. തക്കാളി, വഴുതന, മുളക് എന്നിവയിൽ ഫംഗസ് മൂലമുണ്ടാകുന്ന വാട്ടം കണ്ടെത്തിയാൽ ഉടനെ അതും പിഴുതുമാറ്റി നശിപ്പിക്കാറാണ് പതിവ്. പുകയില കഷായമാണ് പുഴുക്കളെ തുരത്താൻ മികച്ച രീതിയെന്നും ഇവർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ടെറസ് കൃഷിയിൽ ഒന്നിച്ച് വിളവെടുപ്പ് നടത്തേണ്ടതില്ല. ദിവസേന ആവശ്യത്തിനുള്ളവ പറിച്ചെടുത്ത് ഉപയോഗിക്കുകയാണ് പതിവ്. ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളവ അയൽക്കാർക്കും സുഹൃത്തുക്കൾക്കും ഇവർ നൽകി വരുന്നുണ്ട്. രുചികരമായ വിഷാംശമില്ലാത്ത ഇത്തരം പച്ചക്കറികളുടെ ഉപയോഗം ചെറുപ്പത്തിലേക്കുള്ള മടങ്ങിപ്പോക്കാണെന്നും ഇതിൽ പ്രചോദിതരായി അയൽവാസികളും ടെറസ് കൃഷി ആരംഭിച്ചെന്നും സരസമ്മ സാക്ഷ്യപ്പെടുത്തുന്നു. രാവിലത്തെ നടത്തം കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ 1 മണിക്കൂർ ഈ ദമ്പതികൾ ചെടികളോടൊപ്പം ചെലവിടുന്നു. വൈകുന്നേരങ്ങളിലും ചെടികൾക്കായി ഇവർ 1.5 മണിക്കൂർ സമയം മാറ്റിവെച്ചിട്ടുണ്ട്. മക്കളെല്ലാം ഉപജീവനാർത്ഥം വിദേശത്തേക്ക് ചേക്കേറിയെങ്കിലും അവരിലും കൃഷിബോധം കുടിയിരുത്താൻ ഈ ദമ്പതികൾക്ക് കഴിഞ്ഞു. ഓസ്ട്രേലിയയിലെ മകനെ കാണാൻ പോയപ്പോഴും അവിടെയും ചെറിയ തോതിൽ പച്ചക്കറി കൃഷി ചെയ്തത് ഇവർ ഓർക്കുന്നുണ്ട്. കൃഷി ജീവിതത്തിന്റെ ഭാഗമാണെന്നും കൃഷിയിലൂടെ പ്രകൃതിയെ അറിയേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും ഈ ദമ്പതികൾ ടെറസ് കൃഷിയിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വാട്ടർ ഹാർവെസ്റ്റിംഗ് സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷിക്കാം. റബ്ബറിന്റെ രോഗനിയന്ത്രണ മാർഗങ്ങളിൽ പരിശീലനം. കിഴങ്ങുവിളകളുടെ ഭക്ഷ്യ വിഭവമേള തിരുവനന്തപുരത്ത്. വിശദമായ കാർഷിക വാർത്തകളിലേക്ക്. മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ സംസ്ഥാന പരിശീലന സ്ഥാപനമായ ചടയമംഗലം നീർത്തട വികസന പരിപാലന പരിശീലന കേന്ദ്രത്തിൽ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ 6 മാസ വിദൂര പഠന സർട്ടിഫിക്കറ്റ് കോഴ്സായ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആൻഡ് മാനേജ്മെന്റിന്റെ 2016 വർഷത്തെ ആദ്യ ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 10ാം തരം അല്ലെങ്കിൽ BPP ആണ് അടിസ്ഥാന യോഗ്യത. കോഴ്സിൽ ചേരാൻ താൽപ്പര്യമുള്ളവർ കോഴ്സ് ഫീസായ 2000 രൂപ നവംബർ 30-നകം അടച്ച് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 9444446632 എന്ന നമ്പറിലോ 047123399899 അല്ലെങ്കിൽ 047123399191 എന്ന നമ്പറിലോ 047123444113 എന്ന നമ്പറിലോ വിളിക്കുക. കോഴിക്കോട് കക്കോടി കൃഷിഭവന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കാർഷിക കർമ്മസേന ഗ്രോ ബാഗുകൾ തയ്യാറാക്കി വിതരണം ചെയ്യുന്നു. ശാസ്ത്രീയ രീതിയിൽ ചാണകപ്പൊടി, ട്രൈക്കോഡർമ മിശ്രിതം, പ്ലൂറോട്ടസ്, മണ്ണ്, ചകിരിച്ചോർ എന്നിവ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഗ്രോ ബാഗുകൾ വീട്ടിലെത്തിച്ചു കൊടുക്കും. ബുക്ക് ചെയ്യുന്ന മുറയ്ക്ക് കർമ്മസേന ടെക്നീഷ്യന്മാർ യന്ത്രങ്ങൾ ഉപയോഗിച്ച് കൃഷിപ്പണികളും ചെയ്തു കൊടുക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9740532908 എന്ന നമ്പറിലോ 9447726745 എന്ന നമ്പറിലോ വിളിക്കുക.
റബ്ബറിനെ ബാധിക്കുന്ന രോഗങ്ങളുടെയും കീടങ്ങളുടെയും നിയന്ത്രണ മാർഗങ്ങളെക്കുറിച്ച് റബ്ബർ ബോർഡ് പരിശീലനം നൽകുന്നു. രോഗകാരണങ്ങൾ, കീടബാധകൾ, മരുന്നുകളുടെ ഉപയോഗക്രമം എന്നിവയിലുള്ള ഏകദിന പരിശീലനം നവംബർ 23 കോട്ടയത്തെ റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് നടക്കും. പരിശീലന ഫീസ് 400 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0481-2351313 എന്ന നമ്പറിലോ 0481-2353127 എന്ന നമ്പറിലോ വിളിക്കുക. ആലപ്പുഴ തിരുവൻവണ്ടൂർ കൃഷിഭവനിൽ പച്ചത്തേങ്ങ സംഭരണത്തോടൊപ്പം ശുദ്ധമായ കേരപ്പെട്ട ഉൽപ്പന്നങ്ങളായ കേര വെളിച്ചെണ്ണ, കോക്കനട്ട് പൗഡർ, കോക്കനട്ട് മിൽക്ക് പൗഡർ, കേശാമൃതം ഹെൽബർ ഹെയർ ഓയിൽ എന്നിവ സബ്സിഡി നിരക്കിൽ ലഭ്യമാണ്. ആവശ്യമുള്ളവർ കൃഷിഭവനുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട ഫോൺ നമ്പർ 9991950958. മറ്റൊരു നമ്പർ 0479242930. കൃഷിവകുപ്പിന്റെയും CTCRIയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം കൊടപ്പനക്കുന്ന് കൊട്ടാരത്തിൽ കിഴങ്ങുവിളകളുടെ ഭക്ഷ്യവിഭവമേള സംഘടിപ്പിക്കുന്നു. 20 സംസ്ഥാനങ്ങളുടെ രുചികരമായ കിഴങ്ങുവർഗ വിഭവങ്ങൾ മേളയിൽ പ്രദർശനത്തിനുണ്ടാകും. നവംബർ 24 മുതൽ 25 വരെയാണ് മേള സംഘടിപ്പിക്കുക. കൃഷിവകുപ്പിന്റെ വണ്ടിപ്പെരിയാർ സ്റ്റേറ്റ് വെജിറ്റബിൾ ഫാമിൽ ടിഷ്യൂ കൾച്ചർ നേന്ത്രൻ വാഴത്തൈകൾ, റെഡ് ലേഡി പപ്പായ തൈ, മുരിങ്ങ, കറിവേപ്പ്, പച്ചക്കറി തൈകൾ, പച്ചക്കറി വിത്ത് എന്നിവ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0486-9253-543. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചിയിൽ 9,900 രൂപ, കോഴിക്കോട് 10,800 രൂപ, തൃശൂരിൽ 10,000 രൂപ. കൊപ്ര കൊച്ചിയിൽ 6,715 രൂപ, കോഴിക്കോട് 7,150 രൂപ, തൃശൂരിൽ 6,730 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 70,000 രൂപ, ഗാർബിൾഡ് 72,000 രൂപ. ചുക്ക് മീഡിയം 19,000 രൂപ, ബെസ്റ്റ് 20,500 രൂപ. മഞ്ഞൾ സേലത്ത് 7,700 രൂപ, ഈറോഡിൽ 8,000 രൂപ. അടയ്ക്ക പുതിയത് 24,000-നും 25,500-നും മധ്യേ. കൊച്ചിയിൽ റബ്ബർ 5ാം ഗ്രേഡ് 10,600 രൂപ, 4ാം ഗ്രേഡ് 10,900 രൂപ. കോട്ടയത്ത് റബ്ബർ 5ാം ഗ്രേഡ് 10,600 രൂപ, 4ാം ഗ്രേഡ് 10,950 രൂപ. കമ്പോള നിലവാരം കൊച്ചി മാർക്കറ്റിൽ. വെളിച്ചെണ്ണ 9,900 രൂപ, കൊപ്ര 6,715 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,100 രൂപ, റോട്ടറി 2,400 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 70,000 രൂപ, ഗാർബിൾഡ് 72,000 രൂപ. ചുക്ക് മീഡിയം 19,500 രൂപ, ബെസ്റ്റ് 20,500 രൂപ. അടയ്ക്ക പുതിയത് 24,000-നും 25,500-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ 200-നും 220-നും മധ്യേ. തൊണ്ടില്ലാത്തത് 380-നും 400-നും മധ്യേ. ജാതിപത്രി 500-നും 850-നും മധ്യേ. ഗ്രാമ്പൂ 750 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 10,600 രൂപ, 4ാം ഗ്രേഡ് 10,900 രൂപ. ഒട്ടുപാൽ 6,500 രൂപ, ലാറ്റക്സ് 7,900 രൂപ. കമ്പോള അവലോകനം. ഏലക്ക ലേലകേന്ദ്രങ്ങൾ കയറ്റുമതിക്കാരുടെ സാന്നിധ്യം സുഗന്ധറാണിക്ക് താങ്ങായി. ഉത്സവവേളകളിലെ സംഭരണം പൂർത്തിയാക്കി ആഭ്യന്തര വ്യാപാരികൾ രംഗമിട്ടെങ്കിലും വിദേശ ഓർഡറുകൾ വിലയിടിവിനെ പിടിച്ചു നിർത്തി. ചുരുങ്ങിയ ദിവസങ്ങളിൽ കയറ്റുമതിക്കാർ 100 ടൺ ഏലക്ക ലേലം കൊണ്ടു. നടപ്പ് സീസണിൽ ഇതിനകം 10,500 ടൺ ഏലക്കയുടെ ഇടപാട് നടന്നു. ടെർമിനൽ മാർക്കറ്റിലേക്കുള്ള കുരുമുളക് വരവ് ഉയർന്നില്ല. ഇടുക്കി, വയനാട് ഭാഗങ്ങളിൽ നിന്ന് 20 ടൺ കുരുമുളക് ഇന്നലെ വിൽപ്പനയ്ക്കെത്തിയത് അന്തർ സംസ്ഥാന വ്യാപാരികൾ ശേഖരിച്ചു. ഗാർബിൾഡ് കുരുമുളക് വില 72,000 രൂപ രേഖപ്പെടുത്തി. മുംബൈ വിപണിയിൽ ഭക്ഷ്യ എണ്ണകൾക്ക് തളർച്ച നേരിട്ടു. പാമായിൽ, സൂര്യകാന്തി, സോയ എണ്ണ വിലകൾ താഴ്ന്നെങ്കിലും സംസ്ഥാനത്ത് വെളിച്ചെണ്ണ സ്റ്റഡി നിലവാരത്തിലാണ്. ഇനി കാലാവസ്ഥ. പ്രധാന നഗരങ്ങളിൽ രേഖപ്പെടുത്തിയ താപനില: കണ്ണൂർ കൂടിയ താപനില 33.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 34.2 25, കൊച്ചി 31.6 24.4, ആലപ്പുഴ 34.5 25, പുനലൂർ 30.7 22.8, തിരുവനന്തപുരം കൂടിയ താപനില 30.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.7 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.